മടിയനീച്ചയാണ്. കണ്ടോ, കാണാത്ത കണ്ടോ മടിയനീച്ച കണ്ടോ, കണ്ടോ മടിയനീച്ച. ഓക്കെ, ഈ ഒരു കൂട്ടിൽ 3 സൈസ് ഈച്ചകളുണ്ട്. മടിയന്മാർ, അത് ട്രോൺസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. പിന്നെ റാണി, ക്വീനാണ് ഒരു കൂടിൻ്റെ സെൻറ്റർ. പക്ഷേ വേലക്കാരികളാണ് കൂടിനെ നിയന്ത്രിക്കുന്നത്. റാണിയുടെ പ്രത്യുൽപാദനം ആ കാര്യങ്ങളെല്ലാം വേലക്കാരികളാണ് നിയന്ത്രിക്കുന്നത്. എന്നാലും നമ്മുടെ ഈ ഹൈ റേഞ്ചിലേക്ക്, പ്രത്യേകിച്ചും ഉപ്പുതറയിലേക്ക് തേനീച്ചക്കൂടുമായിട്ട് കടന്നു വന്ന സിബി അഗസ്റ്റിന് പ്രത്യേകം സ്വാഗതം നൽകുകയാണ്. അദ്ദേഹം തേനീച്ചയെപ്പറ്റി വളരെയധികം നല്ല അറിവുള്ളതാണ്. ഏത് സമയത്തും റെഡി മണി ഉത്തരം പറഞ്ഞ ആളാണ്. ഈ ഡിസംബർ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം പറഞ്ഞായിരുന്നു. ഇനി ഡിസംബർ അവസാനം ഡിസംബർ വരെ പിരിക്കാം അല്ലേ? അതെ, ഡിസംബർ 25 വരെ നല്ലപോലെ പിരിക്കാം. ഡിസംബർ 30 വരെയൊക്കെ നമുക്ക് വേണമെന്നുണ്ട് പിരിച്ച് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. ഇനി ജനുവരിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയാമോ? ജനുവരിയിൽ നമ്മൾ അടകൾ 6 എണ്ണവും ഫില്ലാക്കാൻ നോക്കുകയാണ്. മൊത്തം 6 അടയും ഫില്ലാക്കി കിട്ടണം. ജനുവരി അവസാനം ആകുമ്പോഴത്തേനും നമ്മൾ പരമാവധി ഫില്ലാക്കണം. 6 അടയും പൂർത്തിയാക്കുക. 6 അടയിലും അട പണിയുക. 6 ഫ്രെയിമേലും അട പണിയണം. ജനുവരി അവസാനം ആകുമ്പോഴത്തേനും, ജനുവരി 25 ആകുമ്പോഴത്തേനും 6 അടയും ഫില്ലായിരിക്കണം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മണ്ഡലത്തെ ഈ പറയുന്ന ഈ ക്ലീൻ ചെയ്യണം. പിച്ചാത്തിക്ക് ക്ലീൻ ചെയ്യണം. ഇങ്ങനെ മൊത്തം ക്ലീൻ ചെയ്യുക. അതുപോലെ അടവല്ലും നൂരൊക്കെ ഉണ്ടെങ്കിൽ അത് ജനുവരി മാസം തന്നെ ഒരു 10 കൂടിയൊക്കെ ചെയ്യണം. ഒരു ലെവലൊക്കെ ആക്കുക. അതെല്ലാം ഇങ്ങനെ തള്ളി മാറ്റിയാൽ മതി. പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ തള്ളി മാറ്റിക്കുമ്പോൾ ലെവലാവും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് അതിങ്ങനെ നേരെ എടുക്കാൻ സാധിക്കും. അടകൾ ലെവലായിക്കോളും. 6 അടയും ഫില്ലായി കഴിഞ്ഞാൽ സൂപ്പർ വെച്ച് കൊടുക്കണം. 6 അടയും ഫില്ലായി ജനുവരി ഒരു 20 ഒക്കെ ആകുമ്പോഴത്തേന് സൂപ്പർ വെച്ച് കൊടുക്കുക. ജനുവരി 20 ആകുമ്പോഴത്തേന് സൂപ്പർ വെച്ച് കൊടുക്കുക. അത് ഞങ്ങളൊക്കെ ചിലപ്പോൾ ജനുവരി 15 തൊട്ടേ തുടങ്ങും, അല്ലെ 10 തുടങ്ങിയെന്ന് വരും. ഒരുപാട് പെട്ടികളുള്ളതുകൊണ്ട് എല്ലായിടത്തും ഓടി എത്തുന്നത് നേരത്തെ ജനുവരി 10 തൊട്ട് സൂപ്പർ കയറ്റാൻ തുടങ്ങും. 2-4 കൂടുള്ളവർക്കൊക്കെ ജനുവരി ഒരു 20 ആയിട്ട് സൂപ്പർ വെച്ചാൽ മതി. പിന്നെ ഈ മടിയന്മാരുടെ കാര്യം എങ്ങനെയാണ്? മടിയൻ തട്ട് എപ്പോഴും വെട്ടിക്കളയണം. 6ാമത്തെ അട മടിയന്മാരുണ്ടായാൽ മടിയന്മാരുടെ തട്ടുകൾ കണ്ടിച്ചാണ് അല്ലേ? 6ാമത്തെ അട ഇങ്ങനെ നോക്കുമ്പോൾ 6ാമത്തെ അട എപ്പോഴും കാലിയായിരിക്കണം. എപ്പോഴും കാലിയായിട്ടിട്ടേക്കണം. പെട്ടിയുടെ ഫ്രണ്ട് ഇതാണ്. ഈ വശത്ത് 6ാമത്തെ ഫ്രെയിം കാലിയാക്കി ഇടണം. ഈ 6ാമത്തെ അവിടെ കാര്യമായിട്ട് ഇടണം അല്ലേ? എപ്പോഴും അവർക്ക് വർക്ക് വേണം അല്ലേ? അവർ ചിലപ്പം ഈ തെറ്റ് പിരിഞ്ഞ് പോകാം അല്ലേ? തെറ്റ് പിരിഞ്ഞ് പോകാതിരിക്കാനായിട്ടുള്ള മുൻകരുതലാണ് ഒരു കാരണം കാലിയായിട്ടിടണം. ഏതാ ആണീച്ചയുടെ തട്ട് കളഞ്ഞ് കാലിയാക്കി ഇടുക. ഒരു തട്ട് എപ്പോഴും ആണീച്ചയുടെ കാണും, അതുണ്ടെങ്കിൽ വെട്ടിക്കളയുക. അങ്ങനെ ഒരെണ്ണം കാലിയാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരു 4 ദിവസമായ അട പണിത് കഴിയുമ്പോൾ 4-5 ദിവസം ആകുമ്പോൾ അതൊരു ഫുൾ അടയായിട്ട് വരും. അതെടുത്ത് നമുക്ക് സൂപ്പറെ കയറ്റി കൊടുക്കാം. ഇതേ പണിയുന്ന അട സൂപ്പറയിലോട്ട് കയറ്റി കൊടുക്കാം. അത് ആ അട സൂപ്പറെ കയറ്റി കഴിഞ്ഞാൽ ഒരു 5 ദിവസം കഴിയുമ്പോൾ പിന്നെയും തുറന്നു നോക്കിയാൽ അടുത്ത അടയും കൂടെ കിട്ടും. അത് വീണ്ടും നമുക്ക് സൂപ്പറെ കയറ്റി കൊടുക്കാം. അങ്ങനെ ആ ടൈമിൽ സൂപ്പറെ കൊടുക്കാനുള്ള അട ഈ കാലിയായിട്ടിരിക്കുന്നതിൽ വരും. അങ്ങനെ നമുക്ക് സൂപ്പർ പെട്ടെന്ന് നിറച്ചെടുക്കാം. അതുപോലെ തന്നെ സമാധി ആകുന്നതിന് മുമ്പ് എടുത്ത് ഇതിനകത്തെ മുട്ട മുഴുവൻ സമാധി ആകുന്നതിന് മുമ്പ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സൂപ്പറെ വെച്ച് കിട്ടിയാൽ നമുക്ക് പിന്നെ അത് വെള്ളം തെളിച്ചാൽ മാത്രം മതി. അല്ലാതെ ഈച്ചക്കുഞ്ഞുങ്ങൾ വിരിയാനായിട്ടൊന്നും നോക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഈച്ചക്കുഞ്ഞിൻ്റെ അതായത് സമാധി ചെത്തിക്കളഞ്ഞേച്ചൊക്കെ വെള്ളം തെളിച്ചൊക്കെ വെക്കേണ്ടി വരും. അതൊന്നേരം ഈച്ചയ്ക്ക് അഴുക്കാണ്. സമാധി ചെത്തിക്കളയുന്നത് വലിയ ഗുണമില്ല. കാരണം മെഴുകുഴുവൊക്കെ കയറാനുള്ള ആക്രമണം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി സമാധി ആകുന്നതിന് മുമ്പുള്ള അടകൾ എടുത്ത് നമ്മൾ സൂപ്പറെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ സൂപ്പറയിൽ 1-2 സൂപ്പർ വരെ ആ സമയം കൊണ്ട് നമുക്ക് ജനുവരി അവസാനം കൊണ്ട് നിറയ്ക്കാൻ സാധിക്കും. അതിനുശേഷം ഫെബ്രുവരി 1 തൊട്ട് നന്നായിട്ട് പ്രകൃതിയിൽ നിന്ന് തേൻ വരും. അപ്പം ഫെബ്രുവരി ഒരു 5-ാം തീയതിയോടുകൂടിയൊക്കെ നമുക്ക് സാധാരണ കറക്കാൻ സാധിക്കും. ചില വർഷം ജനുവരി 25-ന് കറക്കിയ വർഷമുണ്ട്. അത് ഈ വർഷം അത് പ്രതീക്ഷിക്കുന്നില്ല, അത്ര നേരത്തെ ആവുമെന്ന് തോന്നുന്നില്ല. ഫെബ്രുവരി ഒരു 5ഓടുകൂടി തേന് പ്രകൃതിയിലാവുകയുള്ളൂ. ഫെബ്രുവരി 5 ആകും തേനാകണമെങ്കിൽ ഈ വർഷം. കാലാവസ്ഥ എടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞത് ഫെബ്രുവരി 1 തൊട്ട് തേൻ ശരിക്കും വന്നു. ഫെബ്രുവരി 5-ന് നമുക്ക്
ഒരു സൂപ്പർ ചിലപ്പോൾ നിറഞ്ഞു കിട്ടും, 1-2 സൂപ്പർ, എത്രയാണോ സൂപ്പർ വെച്ചിരിക്കുന്നത് അത്ര സൂപ്പർ ചിലപ്പോൾ നിറഞ്ഞു കിട്ടും. കറക്കാൻ ഒന്ന് കറക്കിയെടുക്കാൻ സാധിക്കും. കണ്ടമാനം തേൻ നിറയേണ്ട ആവശ്യമില്ല, നമ്മൾ കറക്കിയെടുക്കാനായിട്ട് സീല് ചെയ്യേണ്ട. ആദ്യത്തേത് സീൽ ചെയ്യാൻ നോക്കണ്ട, സീൽ ചെയ്യണമെങ്കിൽ ഒരു 4 ആഴ്ച നിൽക്കേണ്ടി വരും. അങ്ങനെ വരുമ്പം ഒരു ഫെബ്രുവരി ഒരു 15-20 ഒക്കെ ആകുമ്പോഴത്തേനെ സീൽ ചെയ്യുള്ളൂ. അത്രയും നോക്കണ്ട. ഒരു തവണക്കത്തെ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത്തേത് പെട്ടെന്ന് സീൽ ചെയ്യും. അങ്ങനെ നമുക്ക് ഒരു തവണ എടുത്ത് കഴിഞ്ഞാൽ രണ്ടാമത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ തേൻ പെട്ടെന്ന് സീൽ ചെയ്യും. തേനീച്ച നല്ല വർക്കാവും. പിന്നെ നമുക്ക് എപ്പോഴും സീൽ ചെയ്ത് കഴിഞ്ഞ് മാത്രമാണ് സാധാരണ ഇവിടെ എടുക്കുന്നത്. 8 ദിവസം 10 ദിവസമൊക്കെ കൂടുമ്പോഴാണ് നന്നായിട്ട് സീൽ ചെയ്ത് തേൻ എടുക്കുന്നത്. നല്ല കൊഴുപ്പുള്ള തേൻ കിട്ടും. അപ്പം നല്ല അളവ് തേൻ കിട്ടും. അങ്ങനെ ജനുവരി മാസത്തിൽ ഇങ്ങനെ നമുക്ക് സൂപ്പറിൻ്റെ വെക്കേണ്ട സമയമാണ്. ജനുവരി മാസമാണ് സൂപ്പർ വെക്കേണ്ട സമയം. അതുപോലെ തന്നെ റാണിസെല്ല് നമ്മൾ കൊണ്ടുവന്ന് ഉപായത്തിലൊന്ന് ജനുവരി അവസാനം ആകുമ്പോഴത്തേന് ഈ പെട്ടിയുടെ അടുത്തിട്ട് പൊക്കിയിട്ട് പെട്ടിയുടെ അടുത്തിട്ട് നോക്കി ഇങ്ങനെ നോക്കുമ്പോൾ ഊതി മാറുമ്പോൾ നമ്മുടെ റാണിമുട്ട റാണിമുട്ട ഉണ്ടെങ്കിൽ കാണാം. റാണിമുട്ട കളഞ്ഞാൽ മതി. റാണിമുട്ട ഉണ്ടെങ്കിൽ കളയണം. റാണിമുട്ട നമ്മൾ ചെക്ക് ചെയ്യേണ്ട. അടിപ്പടി ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പൊക്കി നോക്കാം. അടിപ്പടി ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ അടയും പൊക്കി നോക്കാം. അടിപ്പടി ഇല്ലാത്ത നല്ലതല്ലേ? അടിപ്പടി ഇല്ലാത്തതാണ് റാണിമുട്ട നോക്കാൻ ഏറ്റവും നല്ലത്, എളുപ്പം. 1-2 റാണിമുട്ട ആയിരിക്കും ചിലപ്പോൾ വെക്കുന്നത്. അത് ഈ അടിപ്പടി ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടെന്ന് വരികയല്ല, കാണത്തില്ല. അന്നേരം ഓരോ അടയും എടുത്ത് പൊക്കി നോക്കി റാണിമുട്ട വെക്കണം. അതാണ് അടിപ്പടിയുള്ള പെട്ടികളുടെ ഒരു കുഴപ്പം. പിന്നെ ഈ റാണിമുട്ട നോക്കാതെ എത്ര ദിവസം കൂടി നോക്കണ്ട? 10 ദിവസം കൂടി നോക്കണോ? അല്ല, 10 ദിവസമല്ല. ഇപ്പം റാണിമുട്ട വെക്കാൻ തുടങ്ങിയ ഒരു കൂട്ടിലാണെങ്കിൽ 6 ദിവസം കൂടുമ്പോൾ റാണിമുട്ട നോക്കണം. അതാണ് അത് എല്ലാ പെട്ടിക്കും വരികയല്ല. റാണിമുട്ട വെക്കുന്നത് ഇപ്പം ഞങ്ങൾക്കൊക്കെയാണ് കാണുമ്പോൾ അറിയാം, ഇന്ന പെട്ടിയിൽ റാണിമുട്ട കാണുമെന്ന് അറിയാം. നോക്കുമ്പോഴേ അറിയാം. അല്ല, ഒരാടെ നോക്കുമ്പോഴേ അറിയാം റാണിമുട്ട ഏതിനകത്ത് വരും എന്നുള്ളത് നോക്കുമ്പോൾ അറിയാം. അല്ലാത്തതൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്യാതെ അങ്ങ് പോവുകയുള്ളൂ. ഇന്ന പെട്ടികൾ ചെക്ക് ചെയ്യണമെന്നറിയാം. ആ പെട്ടി കൂടുതലായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഏതിലും ഒക്കെ റാണിമുട്ട കണ്ടെന്ന് വരാം. അത് റാണിമുട്ടയില്ലെന്നാക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ മടിയൻ മുട്ട വിരിഞ്ഞിറങ്ങുന്നില്ല കൂട്ടിലെങ്കിൽ ഈ പറഞ്ഞ റാണിമുട്ട വലിയ ചെക്ക് ചെയ്യേണ്ടി വരുന്നില്ല. ഒരു മാസത്തേന് ആ പറമ്പിലോട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും റാണിസെല്ല് വെക്കാത്ത പറമ്പുകൾ കാണുന്നുണ്ട്. ഈ ആണീച്ചകളുടെ മുട്ടയെല്ലാം ഇങ്ങനെ ക്രോസ് ആയിട്ടും വെട്ടിക്കളയാം. ഇത് ഞങ്ങളുടെ ഏറ്റവും കരിഞ്ഞ ഒരു പെട്ടിയാണ്. ഇത്രയും നല്ല വെളുത്ത അടകളാണ് ബാക്കിയെല്ലാം. ഇത് അട അങ്ങനെ അധികം പുതുക്കാതെ കിടന്ന ഒരു പെട്ടിയാണ്. എല്ലാ വർഷവും 12,000 പെട്ടികൾ കൊടുക്കുന്നില്ലേ? ഉണ്ട്. സീസൺ കഴിഞ്ഞാൽ ഒരു 2,000 പെട്ടി തമിഴ്നാട്ടിലൊക്കെ കയറിപ്പോ. നല്ലതാ. അപ്പോൾ എല്ലാ തരത്തിലും കർഷകരെ സഹായിക്കുന്നുണ്ട്. തേനീച്ച കർഷകർക്ക് തേനീച്ച കൊടുക്കുന്നുണ്ട്, തേനുണ്ട്, അനുബന്ധ ഉപകരണങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അല്ലേ? ഹണിക്കോമ്പ് കൊടുക്കുന്നുണ്ട്. ഹണിക്കോമ്പ് വരെ ഹണിക്കോമ്പ് കഴിഞ്ഞ വർഷം നല്ല സെയിലായിരുന്നു. കൊള്ളാം. 500 രൂപ വെച്ച് നമുക്ക് വില കിട്ടും. നല്ല വില കിട്ടും. മേടിച്ചെടുക്കാം. ഫ്രഷ് ഫാം ഫ്രഷ് ഒരു സംഗതിയാണ്. അതെ, മായമില്ലാത്ത സാധനം. അടയോട് കൂടി തേൻ കൊടുക്കുക. അതെ. അത് എന്നാലും പ്രത്യേക ടേസ്റ്റ് ആകാൻ കഴിക്കുന്നത്. അതെ. അപ്പോൾ ഇത്രയും വളരെ പ്രയോജനപ്രദമായ കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.